അപ്പൊ നമ്മൾ മിററിന്റെ കേസില് മിററിന്റെ കേസില് ഫോക്കൽ ലെങ്തിന്റെ ഇക്വേഷൻ 1/f is equal to 1/u plus 1/v ആണ്. അത് ലെൻസിന്റെ കേസിലാകുമ്പോ എങ്ങനെയാവും? ലെൻസിന്റെ കേസിൽ 1/f equal to 1/v minus 1/u. ഓക്കെ. ഇനി അവിടെ നമ്മൾ മാഗ്നിഫിക്കേഷൻ എടുത്തത് m is equal to height of the image divided by height of the object, that is equal to minus v by u. ഇവിടെ ലെൻസിന്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ is equal to hi by ho, that is equal to v by u plus v by u കേട്ടോ. അതായത് നെഗറ്റീവ് സൈൻ ഇല്ല. ഒന്നുകൂടി ഇത് മുഴുവൻ രണ്ട് ഇക്വേഷൻ ഒന്ന് എഴുതിയെടുത്തേ. അപ്പൊ നമുക്ക് മാഗ്നിഫിക്കേഷൻ എന്താന്ന് പറഞ്ഞൊരു ഡെഫിനേഷൻ ചോദിച്ചാൽ അല്ലേ? മാഗ്നിഫിക്കേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട്. നിങ്ങൾ HI പകരം ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്നും HOയ്ക്ക് പകരം ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റിന്. മിററിന്റെ കേസിലും ഇക്വേഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ അത് തന്നെ. പക്ഷെ വിയുടെയും യുവിന്റെയും ടേമിൽ എഴുതുമ്പം അവിടെ ഒരു നെഗറ്റീവ് സൈൻ. ഇവിടെ പക്ഷേ ആ നെഗറ്റീവ് സൈൻ ഇല്ല. ആ ഒരു വ്യത്യാസമാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? വളരെ സിമ്പിൾ. കമ്പാരിസൺ മനസ്സിലായോ? ലെൻസും മിററും തമ്മിലുള്ള ഫോക്കൽ ലെങ്തിന്റെയും മാഗ്നിഫിക്കേഷന്റെയും വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായി. പേജ് നമ്പർ 124 ചോദ്യമാണ്. ചോദ്യം ഞാൻ എഴുതി തരാം, ടെക്സ്റ്റ് എടുക്കണ്ട, തന്നെ ചെയ്യണം. ഞാൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ്, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്, ഞാൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 3 സെന്റിമീറ്റർ. HO is equal to 3 സെന്റിമീറ്റർ. Is placed at a distance 30 സെന്റിമീറ്റർ ഫ്രം ദ ലെൻസ്. ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം ഏത് ലെറ്റർ കൊണ്ടാണ് എഴുതുന്നേ? അലൻ, ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് യു ആണോ വി ആണോ, ഏതാ എഴുതുന്നത്? യു. ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് യു, ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് വി. ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് is placed at a distance 30 സെന്റിമീറ്റർ from the lens. The real image is formed. റിയൽ ഇമേജ് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? കോസ്മേരി. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ അത് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? നേഹ, കോൺവെക്സ്. റിയൽ ഇമേജ് തരുന്നത് എപ്പോഴും ഒരു കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ നമ്മളൊരു കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് അല്ലെങ്കിൽ അതിന്റെ ഒരു പടമോ ഒബ്ജക്റ്റ് ഇവിടെ ആയിരിക്കും അല്ലേ? അപ്പൊ ഒബ്ജക്റ്റ് യുവിലേക്കുള്ള അകലം നെഗറ്റീവ് ആയിരിക്കുമോ പോസിറ്റീവ് ആയിരിക്കുമോ? ഇവിടുന്ന് സെൻട്രലിന് ഇടത്തോട്ട് എടുക്കുമ്പം ദേവദത്തെ യു നെഗറ്റീവ് ആയിരിക്കുമോ പോസിറ്റീവ് ആയിരിക്കുമോ? അതായത് ലെൻസിന്റെ ഇടതുവശത്താണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഓക്കെ, ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. അങ്ങനെയെങ്കിൽ യു എന്ന് പറയുന്നത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ്. യു നെഗറ്റീവ് ആയിരിക്കും. കണ്ടോ, ചോദ്യത്തിന് ഈ കാര്യങ്ങളൊക്കെ എഴുതണം. ഇനി പറയുന്നത് ദ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് 60 സെന്റിമീറ്റർ. അപ്പൊ വി 60 സെന്റിമീറ്റർ. വി നെഗറ്റീവ് ആയിരിക്കുമോ പോസിറ്റീവ് ആയിരിക്കുമോ? വി നെഗറ്റീവ് ആയിരിക്കും. വി പോസിറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പഠിച്ചാണ്, ഇവിടെ വന്ന് ഒരെണ്ണം ഇങ്ങ് വരയ്ക്കും, ഒരെണ്ണം ഇതിലെ ഇങ്ങ് വരയ്ക്കും. അപ്പൊ ഇവിടെ തലകുത്തി ഇവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത്. റിയൽ ഇമേജ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം വി പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. HI കണ്ടു.
നമുക്ക് ഈ റിലേഷൻ എടുക്കാം. മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു HI by HO, that is equal to V by U. So HI അറിയത്തില്ല, by HO is equal to V ക്ക് പകരം 60 divided by -30. HI equal to HO ഇങ്ങ് കൊണ്ടേ ഗുണിക്കണം. HO എത്രയാണ്? 3 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ 3 ഇൻറ്റു എത്ര വരും? 60 divided by -30. ഞാൻ ചോദിക്കട്ടെ, ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3 ഇൻറ്റു 2 6 എന്ന് കിട്ടും അല്ലേ? ഇനി ഹൈറ്റ് ഓഫ് ദ ഇമേജ് HI എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ? ദേവു, ഹൈറ്റ് ഓഫ് ദ ഇമേജ് HI നെഗറ്റീവ് ആയിരിക്കില്ലേ? HI ഇവിടെ തലകുത്തി ഇൻവേർട്ടഡ് ഇമേജ് ഉണ്ടാകുന്നതുകൊണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് ആയിരിക്കും. സോ -HI is equal to 3 into 60 divided by -30. 30 60 കിട്ടിയ 2. ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. -6 equal to -HI. 2 നെഗറ്റീവും വെട്ടിക്കളഞ്ഞാൽ HI is equal to +6. ചെയ്തത് മനസ്സിലായോ? ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് HI എന്തുകൊണ്ടാണ് നെഗറ്റീവ് എടുത്തത്? ഇമേജ് ഇവിടെ ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഇൻവേർട്ടഡ് ഇമേജ് ആയതുകൊണ്ട് അത് നെഗറ്റീവ് എടുക്കണം. ഇനി U എന്തുകൊണ്ട് -30 എടുത്തു? ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. സോ U നെഗറ്റീവ് എടുത്തു. ചെയ്ത് കണ്ടുപിടിക്കാവോ? ചെയ്തിട്ടുണ്ട് എല്ലാവരും, തന്നെ ചെയ്ത് എല്ലാവരും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചെയ്യണേ. An image is formed 15 centimeter. Image is formed 15 centimeter away from a convex lens. With a focal length 10 centimeter. Focal length 10 centimeter. Question A. Another ചോദ്യമാണ് പറയാൻ സാധിക്കും. What is the distance of the object? അതായത് U കണ്ടുപിടിക്കും. If the object has height, അതായത് HO എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ what is the height of the image? HI കണ്ടുപിടിക്കും. What are the characteristics of the image? ആ ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? Characteristics of the 3 ചോദ്യം. അപ്പം ആദ്യത്തെ തന്നെയൊക്കെ തന്നിട്ടുണ്ട്. U കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ് സാനിയ? U കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ VF divided by V minus 1 by F is equal to 1 by V minus 1 by U. ദേവു, U എത്രയാണ്? തന്നിട്ടില്ല അല്ലേ? U കണ്ടു. V എത്രയാണ് ദേവു? പറ്റുന്നോട്ടെന്ന് പറ. 50 centimeter പ്ലസ് 15 അല്ലേ? 50 കോൺവെക്സ് ലെൻസ് ആകുമ്പോൾ എപ്പോഴും ഓർത്തോണം, ഒബ്ജക്റ്റ് ഇരിക്കുന്നത് U നെഗറ്റീവ് ആയിരിക്കും, V ഇപ്പുറത്ത് വശം ഉണ്ടാകുന്നതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും. ഇനി F എത്രയാന്ന് തന്നിരിക്കുന്നു? 10 centimeter. F കോൺവെക്സ് ലെൻസ് ഇങ്ങനെ റേ വന്ന ഇവിടെയാണ് ഉണ്ടാകുന്നത്, വലതുവശത്താണ്. എഫും പോസിറ്റീവ് ആണ്. F പ്ലസ് 10 സെന്റിമീറ്റർ. ഇതിനകത്ത് വിയും എഫും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യുവിനെ ഒരു സൈഡിലാക്കി വെച്ച് U കണ്ടുപിടിച്ചേ. എല്ലാവരും ചെയ്യണം.
u മൈനസ് 30 കിട്ടി അല്ലേ? വെരി ഗുഡ്. u മൈനസ് 30 സെന്റിമീറ്റർ അല്ലായിരുന്നു? ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടോ? ചെയ്ത് കാണിക്കണോ? ഇത് കാണിച്ചേക്കാം. 1/u അല്ലേ കണ്ടുപിടിക്കണേ? അപ്പൊ u നെഗറ്റീവ് ആയതുകൊണ്ട് ഈ വശത്ത് നിന്ന് അപ്പുറത്തോട്ട് കൊണ്ട് അതിനെ പോസിറ്റീവ് ആണ്. 1/u ഈക്വൽ ടു അങ്ങ് പോയി കഴിഞ്ഞാൽ 1/v ഇങ്ങ് വന്നാൽ മൈനസ് 1/f. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/v എത്രയാണ്? 15 മൈനസ് 1/10 എത്രയായി? 10 ഇങ്ങ് പോവും, 15 ഇങ്ങ് പോവും. 10 മൈനസ് 15 ബൈ 10 ഇൻറ്റു 15 അത് 1/u ആണ്. സോ 1/u ഈക്വൽ ടു 10 മൈനസ് 15 എത്രയാ? മൈനസ് 5 ബൈ ഹരിച്ചു കഴിയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/30. അപ്പൊ 1/u എന്ന് പറയുന്നതാണ് മൈനസ് 1/30. അപ്പൊ u കാണാൻ എന്നാണ്? റെസിപ്രോക്കൽ. u ഈക്വൽ ടു മൈനസ്. കിട്ടിയോ? കിട്ടിയോ? ആൻസർ കിട്ടിയായിരുന്നു എല്ലാവർക്കും? തെറ്റി ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. നോക്കി എഴുതിയെടുത്തു. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ v മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു hi/ho ഈസ് ഈക്വൽ ടു v/u എന്നിട്ടാണ് അല്ലേ? നമുക്ക് എന്നാ വേണ്ടേ? hi കിട്ടണം. hi ഈസ് ഈക്വൽ ടു ho കൊണ്ടേ കുടിക്കണം. ho ഇൻറ്റു v/u. യുവും വിയും ഹോയും അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, നെക്സ്റ്റ് ഹെഡിങ് അല്ല, ഓർമ്മ ഉണ്ടല്ലോ. സി വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ്? ഈ ഇമേജിന്റെ പ്രത്യേകത തന്നെ നമ്മൾ എന്നാക്കി എഴുതണം? വെർച്വൽ ആണോ റിയൽ ആണോ? കോൺവെക്സ് ലെൻസ് അല്ലെ? അപ്പൊ മിറർ ഇമേജ് വെർച്വൽ ആണോ റിയൽ ആണോ? റിയൽ. 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 തലതിരിഞ്ഞതാണോ നേരെയുള്ളതാണോ? തലതിരിഞ്ഞ്. നെഗറ്റീവാ അല്ലേ? hi എത്രയാ തന്നിരിക്കണേ? അതായത് കോൺവെക്സ് ലെൻസിന് നമുക്ക് അറിയാം ഇപ്പൊ വന്ന് തലതിരിഞ്ഞ് കിട്ടും. അപ്പൊ ഇൻവേർട്ടഡ് ആ പോയിന്റ് വരും. ഇനി ഇമേജിന്റെ വലിപ്പം HOനേക്കാളും വലുതാണോ കുറവാണോ? HO ആണോ HI ആണോ വലുത്? HI ആണ് വലുതല്ലേ? അപ്പൊ ഇമേജ് ശരിക്കും ചെറുതായി പോവല്ലേ ചെയ്തേ? അല്ലേ? അപ്പൊ ഡിമിനിഷ്ഡ്. എനിക്ക് തോന്നുന്നു ടെക്സ്റ്റ് കിടക്കുന്നത് ചെറുതായി കഴിഞ്ഞാൽ ഡിമിനിഷ്ഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് എഴുതാൻ പറഞ്ഞ ആ ഇമേജിന് കിട്ടുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് 2-3 എക്സാമ്പിൾ ചോദിച്ചിരിക്കും. അറിയാവുമെങ്കിൽ പറയണം കേട്ടോ. ഏതൊക്കെ ലെൻസ് എവിടെയൊക്കെ? ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് അങ്ങ് അകലെയുള്ളവനെ ഫോക്കസിൽ വീഴ്ത്തി കാണും. ഏത് ലെൻസ് ആയിരിക്കും? ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതായിരിക്കും? കോൺവെക്സ് ആയിരിക്കും. ഇവിടെയല്ലേ സ്റ്റാർ നിൽക്കണമെങ്കിൽ ഇവിടുന്നുള്ളത് അകലെ എന്നുള്ള ഇൻഫിനിറ്റി വന്ന് ഏതിന്റെ ഫോക്കൽ ലെങ്ത് വീഴുന്നേ? കോൺവെക്സിന്റെ അല്ലേ? ഫോക്കസ് വീണാലേ നമുക്ക് കാണാൻ പറ്റൂ. സോ ടെലിസ്കോപ്പില് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഇനി കണ്ണാടികളിൽ സ്പെക്ടക്കിളിനകത്ത് കോൺകേവ് ആയിരിക്കുമോ കോൺവെക്സ് ആയിരിക്കും? രണ്ടും ഉപയോഗിക്കും. കോൺവെക്സ് ഉപയോഗിക്കും, കോൺകേവ് ഉപയോഗിക്കും. ഇനി ക്യാമറയ്ക്കകത്ത് അപ്പൊ ഏതായിരിക്കും? ക്യാമറയ്ക്കകത്ത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. നമുക്ക് ഫോക്കസ് ചെയ്യാം അല്ലെ?
നമ്മൾ കൃത്യമായിട്ട് തെളിഞ്ഞു കാണുന്നത്. ഇനി ഒത്തിരി നമ്മൾക്കോട്ട് ചോദിക്കും, ഷേവിംഗ് മിറർ ഏതായിരിക്കും? ഷേവിംഗ് മിറർ കോൺകേവ്. കോൺകേവ് ആയിരിക്കും. നേരായത് കിട്ടണം, വലുത് കിട്ടണം. അത് കോൺകേവിന്റെ കേസിലാണ്. സാറേ പറഞ്ഞോ. ഈ കോൺവെക്സിലാണെങ്കിൽ നമുക്ക് ഈ നമ്മളിപ്പോ വരച്ചൊക്കെ പഠിച്ച അനുസരിച്ച് ഇമേജ് ഇൻവെർട്ടഡ് ആയിട്ടല്ലേ ഫോം ചെയ്യുന്നത്. അപ്പോ ടെലിസ്കോപ്പിനകത്ത് അപ്പൊ നമ്മൾ കാണുമ്പോ ഇൻവെർട്ടഡ് ആയിട്ടല്ലേ കാണാൻ പറ്റുമോ, അതോ അതിനെ ഒന്നോടെ തിരിച്ചെടുക്കും കേട്ടോ. അതിനെ നമ്മള് വീണ്ടും മറ്റേ 1-2 ഇതിലൂടെ കടത്തി വിടും. ഇത്രയും ചിന്തിക്കേണ്ടത്. അതിനെ നമ്മള് ഇമേജ് ആയിട്ട് കാണുമ്പം നമ്മൾ അതിനെ നേരെ തന്നെ കാണും, തലതിരിഞ്ഞായിട്ടല്ല കേട്ടോ. സാധാരണ ടെലസ്കോപ്പ് സ്കെയിൽ ആൻഡ് ടെലസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞ അവിടെ നമ്മൾ കാണുന്നത് ശരിക്കും ഇത് തലതിരിഞ്ഞ് തന്നെയാണ് കേട്ടോ. നമ്മൾ പക്ഷെ ഈ സണ്ണിനെ അങ്ങനെ ദൂരത്തോട്ട് നോക്കുന്നതിനെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ലെൻസുകൾ രണ്ട് ഫോക്കസിന്റെ അവിടെയുണ്ട്, അവിടെയുണ്ട്, അങ്ങേറ്റത്തുണ്ട്, ഇങ്ങേറ്റത്തുണ്ട്, എല്ലാം കൂടെ ചെയ്തു വരുമ്പം ആയി. ഇങ്ങനെ ചിന്തിക്കാം കേട്ടോ, തലതിരിഞ്ഞാണെന്ന്. ഇത് ഷേവിംഗ് മിറർ. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ വണ്ടികളുടെയൊക്കെ ഹെഡ്ലൈറ്റിൽ ഏതാണ്? ഹെഡ്ലൈറ്റ്, ടോർച്ച്, അതൊക്കെ ഏതാണ്? അതും കോൺകേവ് അല്ലേ? കോൺകേവ് ലെൻസ് അല്ല, കോൺകേവ് മിറർ. നമ്മൾ അന്ന് പഠിച്ചില്ലേ? അതും കൂടെ ഇവിടെ നിന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ ഇരുന്നാലേ നമുക്ക് ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പുറത്തോട്ട് കിട്ടുള്ളൂ. പിന്നെ ചോദിക്കാവുന്നത് മിററിന്റെ തന്നെ മറ്റേ ഒരെണ്ണം ചോദിക്കും, ഈ വാഹനങ്ങളിലെ റിയർ വ്യൂ ക്യാമറ, സോറി മിററില് നമ്മുടെ വണ്ടിയുടെ സൈഡിൽ ഇരിക്കുന്ന, നമ്മുടെ ബൈക്കിന്റെ ഒക്കെ സൈഡിൽ ഇരിക്കുന്ന കണ്ണാടി, അത് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? കോൺവെക്സ് ആണ്. അത് വെഹിക്കിളിൽ ഉപയോഗിക്കുന്ന കണ്ണാടി കോൺവെക്സ് ആണ്. ഒത്തിരി ഏരിയ അതിനകത്ത്. ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കണം. മിറർ ആണേലും കണ്ണാടി ആണേലും ഏതിന് എന്ത് ഉപയോഗിക്കും, പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോഴേ ഒന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വേണേൽ ഗ്രൂപ്പിലൂടെ. ഇതായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ്, കുഞ്ഞിപ്പാറ്റ. അപ്പൊ അത് കൃത്യം ഫോക്കസിന് അപ്പുറം ആകുമ്പോൾ എന്നാ പറ്റും? ഫോക്കസിന് അപ്പുറം ഇരുന്നപ്പം എഫിനും 2Fനും ഇടയാണെങ്കിൽ അതിനും അപ്പുറം വീഴും. ഉണ്ടോ? ഒരു വലിയ പാറ്റയായി മാറി. ഇനി അത് എഫിനകത്താണെങ്കിലോ ഒരു എന്നാ പറയണ ഇമാജിനറി അല്ലെങ്കിൽ ഒരു വെർച്വൽ ഇമേജ് അതേ വശത്ത് വലുതുണ്ടായി. കണ്ടോ? എഫിനും ഓളിനും ഇടയ്ക്കാണ്. അപ്പൊ ഇത്രയും വലുതായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ വെച്ച് കോൺവെക്സ് ലെൻസ് തന്നെയാണ് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നതെന്നും ഒരു കാര്യം ചെയ്യൂ, ടെലസ്കോപ്പിലും മൈക്രോസ്കോപ്പിലും കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു എന്ന് എഴുതിയാൽ തെറ്റുന്നു. ഇതുണ്ടോ? പടം കണ്ടോ? ഓൾ ആർ കോൺവെക്സ് ലെൻസസ്. ഇനി ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു വലിയ പർപ്പസ് വരുമ്പോഴത്തേന് ഇതിന് കുറെ മാറ്റങ്ങൾ വരും. IP വരും, അത് ഒരു കോംപ്ലക്സ് ആകും. അപ്പൊ നമ്മൾ പിന്നെ തിരിച്ച് തലതിരിക്കാനും അങ്ങനെയൊക്കെ പല പല ആവശ്യങ്ങൾ. സിംപ്ലി ഇപ്പൊ ചോദിച്ചതനുസരിച്ച് വേണമെങ്കിൽ കോൺവെക്സ് എന്ന് എഴുതിക്കോ കേട്ടോ. മനസ്സിലായോ? ആരാണ് ചോദിച്ചിരുന്നത്? അങ്ങനെയെന്ന് പറഞ്ഞാല് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ദിസ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് എ ടെലസ്കോപ്പ്. ഇവിടെയും നമ്മൾ 2 കോൺവെക്സ് ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്. എഫിനകത്ത് ഇവിടെ എഫിനും 2Fനും ഇടയ്ക്ക്. 2Fനും ഇടയ്ക്ക് വന്നു കഴിഞ്ഞാല് എഫിനകത്ത് വരും. 2F ഇവിടെ നിന്ന് വരച്ചത് ഈ ലെൻസിന്റെ കേട്ടോ. F 2F തെറ്റിച്ചേക്ക. ഇതിന്റെ എഫിനകത്ത് വന്നു കഴിഞ്ഞപ്പം അതേ സൈഡില് വെർച്വൽ ഇമേജ് ഉണ്ടായി, വലിയ സൈസ്. ഇത് വെർച്വൽ ആണ്.
മുമ്പേ നമ്മൾ പറഞ്ഞത് മൈക്രോസ്കോപ്പിലും വെർച്വൽ ആണ്, എൻലാർജ്ഡ് ആണ്. ക്ലിയർ ആയോ? രണ്ടിന്റെ കേസിലും കോൺവെക്സ് എന്ന് എഴുതുക, വെർച്വൽ എന്ന് എഴുതുക, എൻലാർജ്ഡ് എന്ന് എഴുതുക. പവർ ഓഫ് എ ലെൻസ്. പവർ ഓഫ് എ ലെൻസ്. നമ്മളിപ്പം കണ്ണിന് വേദനയാണ്, അല്ലെങ്കിൽ കണ്ണ് കാണുന്നത് ദൂരെ അല്ലെ അകലെ വെച്ച് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ ഡോക്ടർ നമുക്ക് എഴുതി തരുന്നത് +1.5D ആ ഗ്ലാസ് വെക്കാൻ പറയും. അതതിന്റെ പവറാണ്. പവറിന്റെ യൂണിറ്റ് ആണ് ഈ D അല്ലെങ്കിൽ ഡയോപ്റ്റർ. പവറിന്റെ ഇക്വേഷൻ E = 1/focal length. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ. So the power is related to focal length. Power is the reciprocal of the focal length. ഇങ്ങനെയെങ്കിൽ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാം. What is the power of a convex lens with a focal length 25 cm? ഇവിടെ ഒരു ഭയങ്കര കാര്യം ശ്രദ്ധിക്കണം. പവറിന്റെ ഉത്തരം ഡയോപ്റ്ററിലോട്ട് ആക്കാൻ എപ്പോഴും മീറ്ററിലെ ആൻസർ ചെയ്യാവൂ. എല്ലാവരും സെന്റിമീറ്ററിൽ ചെയ്തിട്ട് ഒരു അര മാർക്ക് പോകും. അപ്പൊ 25 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 0.25 മീറ്റർ. പവർ എത്രയാണ് കണ്ടുപിടിക്കുന്നത്? ഇത് ഫോക്കൽ ലെങ്ത് ആണ്. P = 1/f. That's equal to 1/0.25. ഇതിനെ 25 മാറ്റാൻ വേണ്ടി വേണേ ഒരു 100 കൊണ്ട് താഴെ മുകളിൽ പിടിക്കാം. 100 / 25 × 100. അപ്പം 100/25 എന്ന് പറയുന്നത് 4. 100 വെട്ടിപ്പോകും. 100 കൊടുത്താണല്ലോ ഇതിന് 25 ആക്കി. അപ്പൊ 100/25 എന്ന് പറയുമ്പോൾ 4D. ഇത് മനസ്സിലായത്? 1/0.25 നിങ്ങൾ കാണണം. അത് കാണാൻ പാടായതുകൊണ്ട് 1/0.25 കാണാൻ ഒരു 100 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക. മുകളിലത്തെ 100 അവിടെ കിടക്കട്ടെ, താഴത്തെ 100ന് പകരം 2 ഡെസിമൽ ഇങ്ങ് മാറ്റുമ്പോൾ 25 ആവും. അപ്പൊ 100/25 എന്ന് പറയുമ്പോൾ 4 ആവും. മനസ്സിലായോ? മനസ്സിലായത് പെട്ടെന്ന് പറയണം. ചെയ്തെടുത്തു. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് എ ലെൻസ് വിത്ത് ഫോക്കൽ ലെങ്ത് 25 cm. So last heading, atmospheric refraction. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നത്, ഈ സ്റ്റാറുകൾ ട്വിങ്കിൾ ചെയ്യും അല്ലെങ്കിൽ മിന്നിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടോ? ചിത്രം സാറേ ഇങ്ങനെ മിന്നി തിളങ്ങുന്ന ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഗ്ലെയർ പോലെ അങ്ങനെ തോന്നി. അങ്ങനെയല്ല, പക്ഷെ തീരെ ചെറുതുകളാണ് സ്റ്റാറുകൾ. വലിയതുകള് ഇങ്ങനെ വട്ടത്തിൽ നമുക്ക് വലിയ വട്ടം തെളിഞ്ഞു തന്നെ നിൽക്കുന്നത് എപ്പോഴും പ്ലാനറ്റ്സ് ആണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയാം. തീരെ ചെറിയത് വളരെ അകലെ നിൽക്കുന്നതാണ് സ്റ്റാറുകൾ. അത് കെടും തെളിയും. അത് ട്വിങ്കിൾ. എന്നാ വെച്ചാൽ അതിനകത്ത് ഒരു ലോക്കസ് ഓഫ് പോയിന്റ് നൽകുക. ഒരു പോയിന്റിൽ നിന്ന് മാത്രം ലൈറ്റ് വരും. ഇതിനകത്ത് നാമം പല സോഴ്സ് ഉള്ളതായിട്ട് തോന്നുന്നതുകൊണ്ടാണ് ഒരെണ്ണത്തിൽ നിന്നുള്ളത് കെട്ടുപോയാലും അടുത്തത് പല സോഴ്സ് എന്ന് കരുതിയാണ്. ലാർജ് ആയിരിക്കും, അത് ഭൂമിയോട് കുറച്ചുകൂടി അടുത്താണ്, നിയർ ടു എർത്ത്. വേണേ അങ്ങനെ ചോദിക്കാം, അതുകൊണ്ടാണ്. ഇനി ഒരു സ്റ്റാർ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാല് ഇത്ര എഴുതണം. ഡ്യൂ ടു കണ്ടിന്യൂസ് റിഫ്രാക്ഷൻ.
കണ്ടിന്യൂസ് റിഫ്രാക്ഷൻ എന്നായിരുന്നു? ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് അല്ലേ? ഇവിടെയാണ് എന്റെ സ്റ്റാർ. അപ്പം സ്റ്റാറിൽ നിന്നുള്ള വെട്ടം ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞ് കുറെ ദൂരം കഴിഞ്ഞപ്പോ അറ്റ്മോസ്ഫിയറിലോട്ട് കയറി. അറ്റ്മോസ്ഫിയർ നമുക്കറിയാം പല 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 ഡെൻസിറ്റി ഉള്ള മീഡിയ. ഡെൻസിറ്റി പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ റിഫ്രാക്റ്റിവിറ്റി. ഡിഫറൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓർ ഡിഫറൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്തോടെ സ്റ്റാറിൽ നിന്ന് വെട്ടം വരുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ബെൻഡ് ചെയ്യും. ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ഇങ്ങ് പോകേണ്ടതായിരുന്നു. അതിന് പകരം എന്നാ ചെയ്തു? ഇതിങ്ങനെ വളയാൻ തുടങ്ങി. അപ്പം ഇതിങ്ങനെ വളഞ്ഞു വളഞ്ഞു നമുക്കറിയാം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയെടുത്തോട്ടാകുമ്പോൾ നോർമലിനോട് അടുക്കും. നമ്മൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഇവിടുന്ന് ഇതിങ്ങനെ നോക്കി കഴിയുമ്പോൾ കണ്ടത് വേറൊരു പോയിന്റിൽ നിൽക്കുന്നതായിട്ട്. അപ്പൊ പെട്ടെന്ന് ഒരു നിമിഷം ഇവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പിന്നെ ഈ അറ്റ്മോസ്ഫിയറിൽ എപ്പോഴെങ്കിലും ഇതിന്റെ ഡെൻസിറ്റി ഇത് വരുമ്പോഴത്തേന് ഇത് വീണ്ടും മാറിപ്പോകും. അപ്പൊ കെടുന്നതായിട്ട് തോന്നും, വീണ്ടും തെളിയുന്നതായിട്ട് തോന്നും, വീണ്ടും കെടുന്നതായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും, എന്തുകൊണ്ടാണ്? ഉണ്ടാവും. ആ ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കാവോ? ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാരഗ്രാഫ്. നേഹ അത് വ്യക്തമായിട്ട് എഴുതി കിട്ടുമോ? നേഹയുണ്ടോ ക്ലാസ്സിൽ? Coming from distant stars, the light coming from distant stars passes through different layers of air. Each layer differs from the other in their optical densities. Hence, light undergoes successive refraction. Optical densities or different refractive index. Optical density മാറുമ്പോൾ refractive index മാറുന്നു. Hence, light undergoes successive refraction. Since stars are at a greater distance, they appear like a point source. ഞാൻ ഇവിടെ പറഞ്ഞു, സ്റ്റാർ ഒരു നിമിഷം, സ്റ്റാർ ഒരു പോയിന്റ് സോഴ്സ് ആയിട്ടും ഒരു പ്ലാനറ്റ് ആണെങ്കിൽ അത് പല പോയിന്റ് സോഴ്സുകൾ ചെയ്ത്, അപ്പൊ ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെ അവർ തലതിരിച്ചെന്ന് ചോദിച്ചാൽ പല പോയിന്റ് സോഴ്സുകൾ ചേർന്നാണ് പ്ലാനറ്റ്സ് ഉണ്ടാകുന്നത്. അത് ഭൂമിയോട് കുറച്ചുകൂടി അടുത്താണ്. ഈ രണ്ട് കാരണങ്ങളാണ് നമുക്കറിയാലോ വലിയ ഗ്രഹങ്ങളായിട്ടുള്ളവർ തെളിഞ്ഞു തന്നെ നിൽക്കുന്ന പോലെ. ഓക്കെ. The rays of light appear to come from different points on reaching the eye after refraction. This is the reason for the twinkling of stars. സിമ്പിൾ അല്ലേ എഴുതാൻ? അതിന്റെ മുകളില് കണ്ടോ ഫിഗർ 5.34. ഞാൻ ഇവിടെ ഒരു പച്ച LED തെളിച്ചു വെച്ചേക്കാണ്. ഒരു LED ബൾബ്. അപ്പൊ ഞാൻ ഇവിടുന്ന് നോക്കുവാണെങ്കിൽ എനിക്ക് ആ LED ബൾബ് പച്ചയായിട്ട് കാണാം അല്ലെ? ഇനി ഞാൻ ഇവിടെ ഒരു തേപ്പൊട്ടി ചൂടാക്കിയത് തലതിരിച്ച് പിടിച്ചതായി. അതിന്റെ വയറാകണം. അപ്പൊ എന്നാ പറ്റും? ഇവിടെ അതിന്റെ ചൂട് വരും അല്ലെ? ചൂട് വരുമ്പോ എന്നാ പറ്റും? ഇവിടെ ചൂടായ എയർ മുകളിലോട്ട് വരും. അപ്പൊ ഇവിടുന്ന് വന്നുകൊണ്ടിരുന്ന റേ നേരെ നമ്മുടെ കണ്ണിൽ വീഴാതെ വരും. അപ്പം ഈ LED മിങ്കിൾ ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ കെടുകയും തെളിയുകയും ചെയ്യുന്ന ആ ഒരെണ്ണത്തെ നിന്നാണ് ഈ ഒരു തിയറി നമ്മൾ പറയുന്നത്. രണ്ടിന്റെയും എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടിന്റെയും കാരണം അറ്റ്മോസ്ഫിയറിൽ അല്ലെ എയറിൽ നടക്കുന്ന റിഫ്രാക്ഷൻ അത്രയും ഉണ്ടായിരുന്നു. So that chapter is over.